നിങ്ങളൊരു തുടക്കക്കാരനാണോ? നിങ്ങളൊരു ബാങ്കിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. എങ്ങനെയാണ് ഒരു ബാങ്ക് എക്സാം പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊന്നും യാതൊന്നും അറിയില്ലാത്ത ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ് ഈ വീഡിയോ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളുടെ ഇപ്പോൾ IBPS POന്റെ നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. SBA POന്റെ നോട്ടിഫിക്കേഷൻ വന്നത് അറിഞ്ഞിട്ടുണ്ടാവും. എക്സാം പാറ്റേണിലൊക്കെ ഒരു വലിയ ചേഞ്ച് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ നടന്നിരുന്ന പ്രീവിയസ് ഇയേഴ്സിൽ നടന്നിരുന്ന പോലെ അല്ല ഇനി എക്സാം പാറ്റേൺ വരുന്നത്. എക്സാംസിലൊക്കെ ചേഞ്ചുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നിങ്ങൾക്ക് പല ആൾക്കാർക്കും ഒരുപാട് ഡൗട്ട് ഉണ്ടാവും. ബാങ്കിങ് ഏത് ബാങ്കിലേക്കാണ് ഞാൻ എക്സാം എഴുതുന്നത്? എൻ്റെ വീടിൻ്റെ അടുത്ത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഉണ്ട്, അതേപോലെ ഫെഡറൽ ബാങ്ക് ഉണ്ട്, തൊട്ടപ്പുറത്ത് കേരള ഗ്രാമീൺ ബാങ്ക് ഉണ്ട്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBA ഉണ്ട്, പഞ്ചാബ് നാഷണൽ ബാങ്ക് ഉണ്ട്, തുടങ്ങിയ ഒരുപാട് ബാങ്കുകളുണ്ട്. ഞാൻ ഏത് ബാങ്കിലേക്കാണ് എക്സാം എഴുതുന്നത് എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. നമുക്ക് പ്രധാനമായിട്ടും വരുന്നത് പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഫുള്ള് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ബാങ്കുകളാണ് പബ്ലിക് സെക്ടർ ബാങ്ക്. അതിൽ തന്നെ ഏറ്റവും വലിയ ബാങ്കാണ് ഇത് SBA. അതേപോലെ തന്നെ എന്തുണ്ട്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI എന്ന് പറയുന്ന ബാങ്കും നമുക്കുണ്ട്, പബ്ലിക് സെക്ടറിൽ വരുന്നതാണ്. അത് കൂടാതെ നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടാവും, ഞാൻ IBPS ബാങ്ക് എക്സാംസിന് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. IBPS എന്നുള്ള പേര് നിങ്ങൾ പലപ്പോഴായി കേട്ടിട്ടുണ്ടാവും. IBPS എക്സാമിനേഷനിൽ അത് IBPS PO ആയിക്കോട്ടെ, ക്ലർക്ക് ആയിക്കോട്ടെ, അതിൽ പ്രധാനമായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് 11 ബാങ്കുകളാണ്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം, ഇതിന് ശേഷം പറഞ്ഞു തരാം. ഇനി നിങ്ങൾ കാണുന്ന പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ, ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഇത് രണ്ടും പ്രൈവറ്റ് ബാങ്കുകളാണെന്നുള്ളത് ചില ആൾക്കാർക്കെങ്കിലും എന്തായിരിക്കും? പുതിയ ഒരു അറിവായിരിക്കും. യെസ്, ഫെഡറൽ ബാങ്കും സൗത്ത് ഇന്ത്യൻ ബാങ്കും രണ്ടും എന്താണ്? പ്രൈവറ്റ് സെക്ടറിൽ വരുന്ന ബാങ്കുകളാണ്. പക്ഷേ അവിടുത്തെ വർക്ക് കൾച്ചറും അതേപോലെ തന്നെ സാലറിയും എല്ലാം നാഷണലൈസ്ഡ് ബാങ്കിനോട് കിടപിടിക്കുന്നതാണ്. ഒട്ടും മോശമല്ല എന്നർത്ഥം. അതുകൂടാതെ നിങ്ങൾ കേട്ടിട്ടുള്ള HDFC, ICICI തുടങ്ങിയ ബാങ്കുകൾ, ആക്സിസ് ബാങ്ക്, അതേപോലെ യെസ് ബാങ്ക്, കൊട്ടക് മഹീന്ദ്ര ബാങ്ക്, കർണാടക ബാങ്ക്, കരൂർ വൈശ്യ ബാങ്ക് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ബാങ്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതെല്ലാം പ്രൈവറ്റ് ബാങ്കുകളാണ്. ഓക്കെ ആണ്. ഇനി നമുക്ക് സ്പെഷ്യലൈസ്ഡ് ബാങ്കുകൾ എന്ന് പറയും. നബാർഡ്, സിഡ്ബി, സെബി, അതായത് സെബി റിക്രൂട്ട്മെന്റ് ഒക്കെ വേറെ വരുന്നതാണ് കേട്ടോ, ഇതിൽ ബാങ്കിൽ വരുന്നതല്ല, സിഡ്ബി ആണ്, സിഡ്ബി. ദെൻ നിങ്ങൾ കേട്ടിട്ടുള്ള എക്സിം ബാങ്കുകൾ, എക്സിം ബാങ്ക്, അങ്ങനെ ഒരുപാട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ചില പർപ്പസുകൾക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ള ബാങ്ക് ആയിരിക്കും. ഓക്കെ, നബാർഡ് എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ അല്ലേ, അതേപോലെ എക്സിം ബാങ്ക് ഇമ്പോർട്ട് എക്സ്പോർട്ട് എക്സിം ബാങ്ക്. അപ്പോൾ ചില പർപ്പസുകൾക്ക് വേണ്ടി നമ്മൾ എന്താണ് ഡിസൈൻ ചെയ്തിട്ടുള്ള ബാങ്കുകളാണ് സ്പെഷ്യലൈസ്ഡ് ബാങ്കുകൾ. അവിടേക്കുള്ള റിക്രൂട്ട്മെന്റും നടത്തുന്നുണ്ട് ബാങ്ക്. അതേപോലെ എന്തിലേക്കൊക്കെയാണ് പ്രധാനമായിട്ടും റിക്രൂട്ട്മെന്റ് നടത്തുക? ക്ലർക്ക്, PO. നമ്മൾ ക്ലർക്കിനെയും POനെയും കുറിച്ച് മാത്രം പറയുന്നത് എന്തുകൊണ്ടാണെന്നാൽ അവിടെ നമുക്ക് എക്സ്പീരിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളൊരു ഡിഗ്രിക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം ക്ലർക്ക് എക്സാമിനും PO എക്സാമിനും, അത്രയേ ഉള്ളൂ. സ്പെഷ്യലിസ്റ്റ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ക്വാളിഫിക്കേഷനിൽ വ്യത്യാസം ഉണ്ടാവും. അവർ പറയുന്ന ക്വാളിഫിക്കേഷൻ ലീഗൽ പോസ്റ്റ് ആണെങ്കിൽ ലീഗലായിട്ടുള്ള ക്വാളിഫിക്കേഷൻ, LLB പോലത്തെ ക്വാളിഫിക്കേഷൻസ്, IT ആണെങ്കിൽ കമ്പ്യൂട്ടറിലാക്കിയുള്ള ക്വാളിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമാണ്. മാനേജർ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ്, വർക്ക് എക്സ്പീരിയൻസ് കൂടി ആവശ്യമായിട്ട് വരും. അതിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നു എന്ന് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഏതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും IBPS നടത്തുന്ന എക്സാമുകൾ? നമുക്ക് കലണ്ടർ റിവൈസ് ചെയ്ത് വന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. IBPS PO, പ്രൊബേഷണറി ഓഫീസർ, IBPS ക്ലർക്ക്, IBPS SO സ്പെഷ്യലിസ്റ്റ് ഓഫീസർ, IBPS RRB ഓഫീസ് അസിസ്റ്റന്റ്, ഓഫീസർ സ്കെയിൽ 1, 2, 3. ഇത്ര എക്സാമുകളാണ് നിങ്ങൾ IBPS എന്ന് പറഞ്ഞ് കേൾക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു IBPS POയും IBPS ക്ലർക്കും അല്ലാതെ IBPS പ്രധാനമായിട്ടും നടത്തുന്നത് ഏതൊക്കെയാ? IBPS RRB റീജിയണൽ റൂറൽ ബാങ്ക് കേട്ടിട്ടുണ്ടോ? കേരളത്തിൽ ആരാ? കേരള ഗ്രാമീൺ ബാങ്ക്, KGB എന്ന് പറയും. ഒരൊറ്റ ബാങ്ക് കേരളത്തിലുള്ളൂ. അവിടേക്കുള്ള ഓഫീസ് അസിസ്റ്റന്റ് ക്ലറിക്കൽ പോസ്റ്റാണ്. അതേപോലെ ഓഫീസർ സ്കെയിൽ 1, അതായത് അസിസ്റ്റന്റ് മാനേജർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ആരാണ്? IBPS ആണ്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. IBPS നടത്തുന്ന എക്സാമ്പിൾ എന്താണെന്ന് നമ്മൾ നോക്കി. ഇനി നിങ്ങൾക്കുള്ള ഡൗട്ടാണ്, ഏതൊക്കെ ബാങ്കുകളാണ് IBPS എന്ന് ഞാൻ പറയുന്നതിൽ ഉൾപ്പെടുന്ന ആൾക്കാർ? 11 ബാങ്കുകളുണ്ട്. എത്ര? 11. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബാങ്ക് ഓഫ് ബറോഡ അല്ലേ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കാനറ ബാങ്ക്,
സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്. പിന്നെ ഏതാ? ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, യൂക്കോ ബാങ്ക് ആൻഡ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. ഈ ബാങ്കുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവാം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. പലർക്കും അക്കൗണ്ട് ഉള്ള ബാങ്ക് ആയിരിക്കാം. ഈ 11 ബാങ്കുകളിലേക്കാണ് IBPS റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. IBPS ക്ലർക്ക്, IBPS PO, അതുകൂടാതെ RRB ഓഫീസ് അസിസ്റ്റന്റ്, RRB ക്ലർക്കിലേക്കും കൂടിയാണ്. ദെൻ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ബാങ്കുകളുടെ ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സെപ്പറേറ്റ് റിക്രൂട്ട്മെന്റ് നടത്തുന്ന ആളാ. ഏതൊക്കെയാണ്? RBI ഗ്രേഡ് ബിയും RBI അസിസ്റ്റന്റുമാണ് നമ്മൾക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ. ഗ്രേഡ് ബി എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. ഹൈ സാലറി നിങ്ങൾക്ക് കിട്ടും. ഏകദേശം 1,10,000 രൂപയോളം, 1 ലക്ഷത്തിലേറെ സാലറി നിങ്ങൾക്ക് കയറുമ്പോൾ തന്നെ കയ്യിൽ കിട്ടുന്ന ഒരു പോസ്റ്റാണ്. RBI അസിസ്റ്റന്റ്, അതും ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണ്. എന്ത്? RBI അസിസ്റ്റന്റ്. ഇക്കൊല്ലം അതിന്റെ നോട്ടിഫിക്കേഷൻസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ SBI സെപ്പറേറ്റ് ആണ് റിക്രൂട്ട്മെന്റ് നടത്തുക. അതായത് POയും ക്ലർക്കും ഇവര് സെപ്പറേറ്റ് ആണ് വിളിക്കുക. ഓക്കെ, SBI എന്താണ് വിളിക്കുക? ഇപ്പം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, IBPS POയും ക്ലർക്കും വിളിക്കുന്നുണ്ട്. അതേപോലെ തന്നെ SBI എന്ത് വിളിക്കും? POയും ക്ലർക്കും സെപ്പറേറ്റ് വിളിക്കും. ഓക്കെ, സെപ്പറേറ്റ് ആണ് റിക്രൂട്ട്മെന്റ് ആണ് SBI നടത്തുക. ഓൾറെഡി POന്റെ നോട്ടിഫിക്കേഷൻ വന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. നമുക്ക് ഏകദേശം വേക്കൻസീസ് ഒക്കെ വളരെ കൂടും എന്നുള്ള ന്യൂസുകളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ട് അല്ലേ? 50,000-ലേറെ വേക്കൻസി വരുന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ന്യൂസുകൾ കണ്ടു. അപ്പൊ കൺഫേം ആണ്, SBIയിൽ 13,000-ലേറെ വേക്കൻസീസ് ആണ് ക്ലർക്കൽ പോസ്റ്റുകളിൽ മാത്രം എന്ത് ചെയ്യുന്നത്? ഫില്ല് ചെയ്യാൻ പോകുന്നത്. 13,000-ലേറെ വേക്കൻസി SBIയിൽ മാത്രമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ആലോചിച്ച് നോക്കാം. ഓക്കെ, നിങ്ങൾ ഈ എല്ലാ സിലബസും നിങ്ങൾ പഠിക്കുന്നു. ഞാൻ ഇത്ര പറഞ്ഞ ബാങ്കുകളിലേക്ക് നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കും. കൂടാതെ സെയിം സിലബസിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇൻഷുറൻസ് മേഖലകളിലെ എക്സാം എഴുതാം. ഇൻഷുറൻസ് എക്സാംസ് ആർ റിക്രൂട്ട്മെന്റ് ഏതൊക്കെയാണ്? LIC കേട്ടിട്ടില്ലേ? GIC, NICL, NICL, UIIC എക്സെട്ര. നമ്മുടെ യുണൈറ്റഡ് നാഷണൽ ഇൻഷുറൻസ്, നാഷണൽ ഇൻഷുറൻസ്, അതേപോലെ നമുക്ക് LIC തുടങ്ങിയ എല്ലാ നാഷണലൈസ്ഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനികളിലേക്കും അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തുടങ്ങിയ പോസ്റ്റുകളിലേക്കെല്ലാം, ഡെവലപ്മെന്റ് ഓഫീസർ തുടങ്ങിയ പോസ്റ്റുകളിലേക്കെല്ലാം റിക്രൂട്ട്മെന്റ് വിളിക്കും. സെയിം സിലബസ് തന്നെയാണ്. അപ്പം നിങ്ങൾ ബാങ്ക് എക്സാമിന് പഠിക്കുന്ന അതേ സിലബസിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇൻഷുറൻസ് എക്സാംസുകളും എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയിരുന്നു ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങളൊരു ഗ്രാജുവേറ്റ് ആണോ? എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, MCOM ആയിക്കോട്ടെ, PG, നിങ്ങൾക്ക് PG ഉണ്ട്, അല്ലെങ്കിൽ BCom ആയിക്കോട്ടെ, BC ആയിക്കോട്ടെ, BTech ആയിക്കോട്ടെ, BSc ആയിക്കോട്ടെ, BSc മാത്സ് സുവോളജി, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളൊരു ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഞാൻ ഈ പറഞ്ഞ പോസ്റ്റുകൾ അപ്ലൈ ചെയ്യാം. ഞാൻ ഈ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് SO ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു. അതിന് നമുക്ക് ആവശ്യമുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. അതല്ലാതെ ക്ലറിക്കൽ പോസ്റ്റുകളും ഓഫീസർ പോസ്റ്റുകളായിട്ടുള്ള പ്രൊബേഷണറി ഓഫീസറിന്റെ പോസ്റ്റുകളിലേക്ക് എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഗ്രാജുവേറ്റ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഞാൻ ഈ പറയുന്ന ഏജ് ലിമിറ്റ് നാഷണലൈസ്ഡ് ബാങ്കുകളുടെയാണ് കേട്ടോ. പ്രൈവറ്റിന് അതിൽ വേരിയേഷൻസ് ഉണ്ടാവും. പ്രൈവറ്റ് ബാങ്കുകൾ സെപ്പറേറ്റ് ആണ് റിക്രൂട്ട്മെന്റ് നടത്തുക, നമ്മുടെ SBI നടത്തുന്ന പോലെ. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള സമയത്ത് അവർ എന്ത് ചെയ്യും? റിക്രൂട്ട്മെന്റിനുള്ള നോട്ടിഫിക്കേഷൻസ് ഇടും. പെട്ടെന്ന് തന്നെ എക്സാം നടത്തും, പെട്ടെന്ന് തന്നെ അപ്പോയിൻമെന്റ് നടത്തും. ചിലപ്പോൾ ഒരു 26 വയസ്സായിരിക്കാം ഇടുക, അതായത് ഫൈനൽ, അതായത് അതിൽ കൂടുതലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് ആ ബാങ്കിന് ആ സമയത്ത് തോന്നുന്നതാണ് ബാങ്ക് ചെയ്യാറ് കേട്ടോ. ഓക്കെ, എല്ലാ നാഷണലൈസ്ഡ് ബാങ്കുകളും IBPS ആയിക്കോട്ടെ, SBI ആയിക്കോട്ടെ, ക്ലർക്കിന് 20 വയസ്സ് തൊട്ട് 28 വയസ്സ് വരെ, മാക്സിമം ഏജ് 28 ആണ്. ജനറൽ കാറ്റഗറിക്ക് കേട്ടോ, ജനറൽ കാറ്റഗറി. PO 20 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെ ജനറൽ കാറ്റഗറിക്ക്. റിലാക്സേഷൻസ് ഫോർ റിസർവ്ഡ് കാറ്റഗറീസ്. നിങ്ങൾ OBC നോൺ ക്രീമി ലെയർ ആണെങ്കിൽ 3 വർഷത്തെ റിസർവേഷൻ അവൈലബിൾ ആണ്. നിങ്ങൾ SC ST കമ്മ്യൂണിറ്റിയിലുള്ള ആളാണെങ്കിൽ 5 വർഷത്തെ റിസർവേഷൻ അവൈലബിൾ ആണ്. PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഇതിലുള്ള റിസർവേഷൻ, എക്സ് സർവീസ്മെൻ ആണെങ്കിൽ നിങ്ങൾക്ക് അലോ ചെയ്തിട്ടുള്ള റിസർവേഷൻ എല്ലാം ഇവിടെ എന്ത് ചെയ്യുന്നു? അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ജനറൽ കാറ്റഗറിക്കാരുടെ ഏജ് ആണ് പറഞ്ഞത്. ക്ലർക്കിന് 28ഉം ഇവിടെ എത്രയായിരിക്കും? POക്ക് 30 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ SC ST കമ്മ്യൂണിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് PO 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അതാണ് ഇത്. ജനറൽ കാറ്റഗറിയേക്കാൾ നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള റിസർവേഷൻ പീരീഡും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. എക്സാംസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. പബ്ലിക് സെക്ടർ ബാങ്ക്സ്, IBPS PO, IBPS ക്ലർക്ക്, SBI PO, SBI ക്ലർക്ക്. ഓക്കെ, ഇനി RRB PO ക്ലർക്ക്, RBI ഗ്രേഡ് ബി, RBI അസിസ്റ്റന്റ്. ഇത്രയൊക്കെയാണ് നമുക്ക് നാഷണലൈസ്ഡ് ആയിട്ട് ഗവൺമെന്റ് സെക്ടറിൽ പ്രധാനമായിട്ടും വരുന്ന
എപ്പോഴും വിളിക്കുന്ന പോസ്റ്റുകളിലേക്കുള്ള എക്സാം. ക്ലിയർ? അത് കൂടാതെ പ്രൈവറ്റ് ബാങ്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഡയറക്റ്റ് അപ്പോയിൻമെന്റ് ആണ്. അവർ തന്നെ എക്സാം കണ്ടക്ട് ചെയ്യുന്നു, അപ്പോയിൻമെന്റ് നടത്തുന്നു. അത് നമുക്ക് ഈ വട്ടം വിളിക്കുമോ? ഫെഡറൽ ബാങ്ക് ഈ വട്ടം വിളിക്കുമോ? വിളിക്കും. ചിലപ്പോൾ കൊല്ലത്തിൽ 2 വട്ടം വിളിക്കും. നമുക്ക് മുൻകൂട്ടി എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. ഇൻഷുറൻസ് എക്സാംസ് ഈ പറഞ്ഞ പോലെ തന്നെ അവർ എക്സാം വിളിക്കും, നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾക്ക് സാധാരണ പോലെ തന്നെ IBPS എക്സാം ഒക്കെ നടക്കുന്ന പോലെ തന്നെ എക്സാം കണ്ടക്ട് ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പം ഇതാണ് നമുക്ക് എക്സാമിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ. ഇനി എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് എന്താണ് ഒരു ഐഡിയ കിട്ടി, എങ്ങനെ നിങ്ങൾ ബാങ്ക് എക്സാമുകൾ എങ്ങനെയാണ് എഴുതുന്നതെന്നുള്ള ധാരണ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്, വളരെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇനി നിങ്ങൾ എക്സാമിന് പഠിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ എക്സാം? എല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്, അതായത് ഓൺലൈൻ എക്സാം ആണ്. നിങ്ങൾ കമ്പ്യൂട്ടറിലാണ്, എഴുത്തും ഇതൊന്നും അല്ല. ഓക്കെ, നമ്മൾ OMR ഷീറ്റ് ഒന്നും അല്ല, കമ്പ്യൂട്ടറാണ്, ഓൺലൈൻ എക്സാം ആണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാ ബാങ്കുകളും മോസ്റ്റ് ബാങ്ക് എക്സാംസും ഇൻഷുറൻസ് എക്സാമിനും പ്രധാനമായിട്ടും 2 ടെസ്റ്റാണുള്ളത്. ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ, അതായത് പ്രിലിംസ് എന്നറിയപ്പെടുന്ന ഈ എക്സാമിന് ഒരു മിനിമം മാർക്ക് ബാങ്ക് വെക്കും, അതായത് മെയിൻസ് എഴുതാനായിട്ട്. അതിലുള്ള പാസ്സാവുന്ന ആൾക്കാരെ എന്ത് ചെയ്യുള്ളൂ, അടുത്ത കടമ്പയായിട്ടുള്ള മെയിൻസ് എഴുതാൻ സാധിക്കുള്ളൂ. മെയിൻസ് എക്സാം ഡിസൈഡ്സ് യുവർ റാങ്ക്. ഈ മെയിൻസ് എക്സാമിന് നിങ്ങൾ എത്ര മാർക്ക് മേടിക്കുന്നു, മെയിൻസ് എക്സാമിന് നിങ്ങൾ മേടിക്കുന്ന മാർക്കാണ് നിങ്ങളുടെ ജോലിനെ ഡിപ്പെൻഡ് ചെയ്യുക. ആ മാർക്കാണ് നമ്മളുടെ ജോലിനെ ഡിപ്പെൻഡ് ചെയ്യുക. അതിനുശേഷം ഈ മാർക്ക് ഇവിടെ ഉണ്ട്, മെയിൻസിന്റെ മാർക്ക് നമ്മളിവിടെ സെപ്പറേറ്റ് ഉണ്ട് കേട്ടോ, മെയിൻസിന്റെ മാർക്ക് ഉണ്ട്. ഓക്കെ, അത് നമുക്ക് ആവശ്യമുണ്ട് നമ്മളുടെ റാങ്ക് ഡിസൈഡ് ചെയ്യാനായിട്ട്. ഇന്റർവ്യൂ ഫോർ PO ആൻഡ് ഓഫീസർ പോസ്റ്റ്, ക്ലറിക്കൽ പോസ്റ്റുകളിലേക്ക് മക്കളെ നിങ്ങൾക്ക് ഇവിടെ കഴിഞ്ഞു. നിങ്ങളുടെ മെയിൻസിന്റെ മാർക്ക് വെച്ച് ക്ലർക്കിന്റെ റാങ്ക് ലിസ്റ്റ് ഇടും. SBA ക്ലർക്ക് ആയാലും IBPS ക്ലർക്ക് ആയാലും അതേപോലെ ഇൻഷുറൻസ് മേഖലകളിലെ അസിസ്റ്റന്റ് ആയാലും എല്ലാം 2 എക്സാമിൽ നമുക്ക് എന്ത് ചെയ്യും, പരിപാടി കഴിയും. നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ മാർക്ക് വെച്ച് നമുക്ക് ജോയിനിങ് കിട്ടും. പക്ഷേ ഓഫീസർ പോസ്റ്റുകളിലേക്ക് വരുമ്പോൾ നമുക്ക് ഇന്റർവ്യൂ ഉണ്ട്. അതേപോലെ തന്നെ ഫോർ PO ആൻഡ് ഓഫീസർ പോസ്റ്റുകൾക്ക് ഇന്റർവ്യൂവിന് മുന്നേ ഇപ്പോൾ IBPS PO പേഴ്സണാലിറ്റി ടെസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ട്. നമുക്ക് essay റൈറ്റിംഗ്, അതേപോലെ essay കോംപ്രഹെൻഷൻ, ഇപ്പോൾ നമുക്ക് ഇമെയിൽസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിനൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പ്രോപ്പറായിട്ട് അത് പഠിക്കുകയാണെങ്കിൽ, കോച്ചിങ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ലാംഗ്വേജ് പ്രൊവിഷ്യൻസി ടെസ്റ്റ്. നമ്മൾ ക്ലറിക്കൽ പോസ്റ്റുകൾ, നമുക്ക് ഈ PO പോസ്റ്റുകളെല്ലാം, ഓഫീസർ പോസ്റ്റുകളെല്ലാം നമ്മൾ ഓൾ ഇന്ത്യ റിക്രൂട്ട്മെൻറ്റാണ്. ഓൾ ഇന്ത്യ. അത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇന്ത്യയിലെ എല്ലാ കുട്ടികളും നിങ്ങളായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യും. വേക്കൻസി അങ്ങനെ തന്നെയാണ് ഇടാം. പക്ഷെ ക്ലറിക്കൽ പോസ്റ്റുകൾ വരിക, കേരളത്തിൽ ഇത്ര വേക്കൻസി, തമിഴ്നാട്ടിൽ ഇത്ര വേക്കൻസി, കർണാടകയിൽ ഇത്ര വേക്കൻസി എന്ന് പറഞ്ഞാണ് വരിക. അപ്പം നിങ്ങൾക്ക് ക്ലറിക്കൽ പോസ്റ്റ് കേരളത്തിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കേരളത്തിലെ ലാംഗ്വേജ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതാണ് ലാംഗ്വേജ് പ്രൊവിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്നത്. കേരളത്തിലെ ലാംഗ്വേജ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, കേരളത്തിലെ ലാംഗ്വേജ് മലയാളമാണ്. മലയാളം പഠിച്ച എല്ലാവർക്കും നമുക്കറിയാം. പക്ഷേ ചിലർ വേക്കൻസി പ്രതീക്ഷിച്ച് കൂടുതൽ കണ്ട് തമിഴ്നാട്ടിൽ പോയി അപ്ലൈ ചെയ്യും. ഒരുപാട് ആൾക്കാർ അപ്ലൈ ചെയ്യുന്നുണ്ട്, യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾ തമിഴ് പഠിച്ച് ആ ലാംഗ്വേജ് പ്രൊവിഷ്യൻസി ടെസ്റ്റ് പാസ്സായാൽ മതി. അതും അത്ര പാടുള്ള കാര്യമൊന്നുമല്ല. നമ്മുടെ ഒരുപാട് കുട്ടികൾ കന്നഡ പഠിച്ച് പാസ്സാവുന്നുണ്ട്, തമിഴ് പഠിച്ച് പാസ്സാവുന്നുണ്ട്. അതൊന്നും പ്രശ്നമില്ല. നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ബട്ട് അവിടുത്തെ ലാംഗ്വേജ് പ്രൊവിഷ്യൻസി ടെസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, പാസ്സായിരിക്കണം. അതാണ് പ്രധാനമായിട്ടും. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് വരുന്നത് എന്ത് എക്സാമിന്. ഇത്ര കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ജോലി കിട്ടുക. ക്ലറിക്കൽ പോസ്റ്റുകൾക്ക് പ്രിലിംസ്, മെയിൻസ്, ഓഫീസർ പോസ്റ്റ് ആണെങ്കിൽ ഇന്റർവ്യൂ ഉണ്ടാവും, ചില ഇതിന് ഗ്രൂപ്പ് ഡിസ്കഷൻ, അതേപോലെ എല്ലാത്തിനും ഉണ്ടാവില്ല, നോട്ടിഫിക്കേഷനിൽ ഉണ്ടാവും, GD ഉണ്ടാവും. അതും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്താൽ വളരെ ഈസി ആയിട്ട് കയറി പോകാവുന്നതേ ഉള്ളൂ. പേഴ്സണാലിറ്റി ടെസ്റ്റ്, സൈക്കോമെട്രി ടെസ്റ്റ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഓരോ പോസ്റ്റുകളിലേക്ക് വരുമ്പോൾ ഉണ്ടാവും. എല്ലാം പ്രാക്ടീസ് ചെയ്താൽ വളരെ ഈസി ആയിട്ട് സെറ്റ് ആക്കാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എക്സാം എങ്ങനെയാണെന്ന് അറിഞ്ഞു, എങ്ങനെയാണ് ഏതൊക്കെ ബാങ്കുകളാണെന്ന് അറിഞ്ഞു, എന്താണ് പഠിക്കേണ്ടത്. നമുക്ക് ഇൻഷുറൻസ് എക്സാമുകളായാലും ബാങ്ക് എക്സാമുകളായാലും അതേപോലെ ഏത് ഈ മേഖലയിലുള്ള എക്സാമുകളായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ആളാണ് ന്യൂമറിക്കൽ എബിലിറ്റി, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് ആൻഡ് അനാലിസിസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അത് ഇംഗ്ലീഷാണ് കേട്ടോ. കമ്മ്യൂണിക്കേഷൻ സ്കിൽസിന് നമുക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷ് എന്ന് കൂടി പറയാം, ഇംഗ്ലീഷാണ്. ബേസിക് കമ്പ്യൂട്ടർ നോളേജ് നമുക്ക് പ്രിലിംസിന് പ്രധാനമായിട്ടും ഇങ്ങനെയാണ് വരിക. ന്യൂമറിക്കൽ എബിലിറ്റി, റീസണിങ്, ഇംഗ്ലീഷ് എന്നും കൂടിയാണ് വരിക. അത് കൂടാതെ ബേസിക് കമ്പ്യൂട്ടർ നോളേജ് നമുക്ക് മെയിൻസിലേക്കാണ് വരിക. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഫിനാൻഷ്യൽ ആൻഡ് എക്കണോമിക് അവയർനെസ്. ഫിനാൻഷ്യൽ ആൻഡ് എക്കണോമിക് അവയർനെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻസിലേക്ക് വരുമ്പോൾ അവിടെ കറണ്ട് അഫേഴ്സ് വരാറുണ്ട്.
ഇപ്പൊ നമുക്ക് ഒരു 6 മാസത്തെ എന്നുള്ളത് കുറച്ച് കൂട്ടി ഒരു 7 മാസത്തേക്ക് നമ്മൾ ചോദിക്കുന്നുണ്ട്, 7-8 മാസത്തെ. അതിൽ IBPS PO അവർ എടുത്ത് പറഞ്ഞിട്ടുണ്ട് RBI സർക്കുലേഴ്സ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പഠിച്ചാൽ മതി. ഡെയിലി പഠിച്ചിട്ട് പോവുക, കറണ്ട് അഫയേഴ്സ് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പോയാൽ നമ്മൾ ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കേണ്ടത്. എന്താണോ എക്സാമിന് ചോദിക്കുന്നത് അത് മനസ്സിലാക്കി നിങ്ങൾ പഠിക്കണം. അതല്ലാതെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. എക്സാമിന് എന്ത് ക്വസ്റ്റ്യൻസ് അവിടെ ചോദിക്കുന്നു ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? വർക്കൗട്ട് ചെയ്ത് പഠിക്കണം. അവിടെയാണ് നമ്മളുടെ സ്മാർട്ട് വർക്ക് ഇരിക്കുന്നത്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വരിക. RRB എക്സാമിനൊക്കെ പാറ്റേണിൽ വ്യത്യാസമുണ്ട്. അവിടെ പ്രിലിംസിലെ പാറ്റേണിലും വ്യത്യാസമുണ്ട്. അതിന് ഓരോ എക്സാമുകൾക്കും അതിൻ്റെതായുള്ള ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ പഠിക്കേണ്ട ആൾക്കാർ എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ? ഇനി നിങ്ങൾക്ക് പ്രിലിംസിലേക്ക് വരാണെങ്കിൽ ഞാൻ POന്റെ സിലബസ് ആണ് എടുത്തിരിക്കുന്നത്. ജസ്റ്റ് ആ സിലബസ് ഒരു ഐഡിയ നിങ്ങൾക്ക് തരാനായിട്ടാണ് കേട്ടോ. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ഇംഗ്ലീഷ് ഞാൻ പ്രിലിംസിൻ്റെ IBPS PO പ്രിലിംസിൻ്റെ ആണ്. സിംപ്ലിഫിക്കേഷൻ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ബോർഡ് മാസൊക്കെ വെച്ചിട്ട് പ്രോബ്ലംസ് ചെയ്യുന്നല്ലേ. പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതേപോലെ മിക്സേഴ്സ് ആൻഡ് അലിഗേഷൻ, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, സ്റ്റഡ്സ് ആൻഡ് ഇൻഡിസീസ്, വർക്ക് ആൻഡ് ടൈം, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, മെൻസ്ട്രുവേഷൻ, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, DI ഇമ്പോർട്ടൻ്റാ. ബാങ്ക് എക്സാമിന് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ. പിന്നെ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, പെർസെൻറ്റേജ്, നമ്പർ സിസ്റ്റംസ്, സീക്വൻസ് ആൻഡ് സീരീസ്, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ആൻഡ് പ്രോബബിലിറ്റി. ഇത്ര കാര്യങ്ങൾ എന്തായാലും പഠിക്കണം. പ്രിലിംസിൻ്റെ അതേ സിലബസ് തന്നെയാണ് മെയിൻസിന്, പക്ഷെ ക്വസ്റ്റ്യൻസിൽ ചെറിയ വേരിയേഷൻസ് കാര്യങ്ങൾ ഉണ്ടാവും. ഇനി നമ്മൾ റീസണിങ്ങിൽ വരാണെങ്കിൽ ലോജിക്കൽ റീസണിങ്, ആൽഫ ന്യൂമറിക് സീരീസ്, റാങ്കിങ്, ഡയറക്ഷൻ, ആൽഫബറ്റ് ടെസ്റ്റ്, ഡാറ്റ സഫിഷ്യൻസി, ഇൻഇക്വാലിറ്റി, സീറ്റിംഗ് അറേഞ്ച്മെന്റ്. ഈ സീറ്റിംഗ് അറേഞ്ച്മെന്റ്, പസിൽസ്, ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത്. പസിൽസ്, സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ്, ടാബുലേഷൻ, സിലോജിസം, ബ്ലഡ് റിലേഷൻ, ഇൻപുട്ട് ഔട്ട്പുട്ട്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്. ഓക്കെ. ഇംഗ്ലീഷിലേക്ക് വരാണെങ്കിലോ റീഡിംഗ് കോംപ്രഹെൻഷൻ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ക്ലോസ് ടെസ്റ്റ്, പാരാജംബിൾസ്, വേർഡ് യൂസേജ്, വേർഡ് സ്വാപ്പ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, എറർ ഡിറ്റക്ഷൻ, എറർ സ്പോട്ടിംഗ്, പാരാഗ്രാഫ് കംപ്ലീഷൻ, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, മിസ്ലേനിയസസ്. ഓക്കെ. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് പ്രിലിംസിന് വരിക. ഇതേ കാര്യങ്ങൾ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് എന്തുണ്ടാവുക? മെയിൻസിലേക്ക് ഉണ്ടാവുക. മെയിൻസിന്റെ സിലബസ് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നോക്കാം നമുക്ക്. നേരത്തെ ഞാൻ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ തന്നെയാണ് ഇവിടെയുള്ളത്. ഞാനത് വീണ്ടും എടുത്ത് പറയുന്നില്ല. മെൻസ്ട്രുവേഷൻ ആൻഡ് ജോമെട്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. 1-2 ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് ഉണ്ടാവാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് പ്രിലിംസിനുണ്ട്, ഇവിടെയും വരുന്നതാണ്. നമ്പർ സീരീസ്, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് ആൻഡ് ടൈം, ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ. ജനറൽ അവയർനെസ് ഇവിടെ വരുന്ന ഒരു കാറ്റഗറിയാണ് കേട്ടോ മെയിൻസിന്. ഫിനാൻഷ്യൽ അവയർനെസ്, കറണ്ട് അഫയേഴ്സ്, ജനറൽ നോളജ്, സ്റ്റാറ്റിക് അവയർനെസ്, RBI സർക്കുലേഴ്സ്. ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ്. GA വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഡെയിലി നിങ്ങൾ പഠിക്കാനായിട്ടൊരു സ്ട്രാറ്റജി മെയിൻറ്റെയിൻ ചെയ്യണം. ജനറൽ അവയർനെസ് എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുക. ഓക്കെ. പ്രോപ്പറായിട്ട് പഠിച്ചു പോയാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. അതിലാണ് GAയിലാണ്. ഇപ്പം ഞാനൊരു കാര്യം പറയാം. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും ഇംഗ്ലീഷും അറിയാത്ത ആൾ ഒരിക്കലും എന്ത് ചെയ്യില്ല? പ്രിലിംസ് ക്രാക്ക് ചെയ്യില്ല. മെയിൻസിനും അയാൾക്ക് ചെയ്യാൻ പറ്റും. അവിടെ മറ്റുള്ളവരിൽ നിന്നും നിങ്ങളെ വ്യത്യസ്തനാക്കുന്നത് ആരായിരിക്കും? ജനറൽ അവയർനെസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ജനറൽ അവയർനെസ്സിന് അത്രയ്ക്കധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. നന്നായിട്ട് പഠിക്കാം. പിന്നെ റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. വെർബൽ റീസണിങ്, സിലോജിസം, സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റ്, കോഡ് ഇൻഇക്വാലിറ്റീസ്, ലീനിയർ സീറ്റിംഗ് അറേഞ്ച്, ഡബിൾ ലൈനപ്പ്, ഷെഡ്യൂളിംഗ്, ഇൻപുട്ട് ഔട്ട്പുട്ട്, ബ്ലഡ് റിലേഷൻ, ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസ്, ഓർഡറിംഗ് ആൻഡ് റാങ്കിങ്, ഡാറ്റ സഫിഷ്യൻസി, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്. കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് വരുന്ന ഇന്റർനെറ്റ്, നിങ്ങൾക്ക് അറിയാം. ഇന്റർനെറ്റ്, മെമ്മറി, കീബോർഡ് ഷോർട്ട് കട്ട്സ്, കമ്പ്യൂട്ടർ അബ്രിവേഷൻസ്, മൈക്രോസോഫ്റ്റ് ഓഫീസ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർസ്, സോഫ്റ്റ്വെയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നെറ്റ്വർക്കിംഗ്, കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് ആൻഡ് ടെർമിനോളജീസ്. ഒരു വട്ടം പഠിച്ചു വെച്ചാൽ മതി. എല്ലാ എക്സാമിനും അത് പഠിച്ചാൽ മതി അല്ലേ? ഒറ്റവട്ടം പഠിച്ചു വയ്ക്കുക, റിവിഷൻ മാത്രം നടത്തിയാൽ മതി. ഇംഗ്ലീഷ് നേരത്തെ പറഞ്ഞ തന്നെ റീഡിംഗ് കോംപ്രഹെൻഷൻ, വൊക്കാബുലറി, ഗ്രാമർ, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, വെർബൽ എബിലിറ്റി. പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും സിലബസ് ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷേ എക്സാമിലും എക്സാം പാറ്റേണിലും ചെറിയ ചേഞ്ചസ് ഉണ്ടാവും. മെയിൻസിന് നിങ്ങൾക്ക് എന്തുണ്ടാവാം? PO പോസ്റ്റുകളിലേക്ക് വരുമ്പോൾ ഡിസ്ക്രിപ്റ്റീവ് എക്സാമും കാര്യങ്ങളും നിങ്ങൾക്ക് എന്തുണ്ടാവും? അവിടെ ഉണ്ടാവും. ഓക്കെ അല്ലേ? റോൾസ് ആഫ്റ്റർ സെലക്ഷൻ. നമ്മൾ എക്സാമൊക്കെ എഴുതി, ഇന്റർവ്യൂ ഉണ്ടാവും. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഇന്റർവ്യൂവും കഴിഞ്ഞ് ഗ്രൂപ്പ് ഡിസ്കഷനും അതേപോലെ ഗ്രൂപ്പ് എക്സസൈസുകൾ, കാര്യങ്ങൾ, പേഴ്സണാലിറ്റി ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ PO ആയിട്ട് കയറുകയാണെങ്കിൽ നമുക്ക് എന്താണ്? മാനേജറിയൽ ട്രെയിനിങ്, ബ്രാഞ്ച് ഓപ്പറേഷൻസ്. PO എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ വർക്കുകളും ചെയ്യേണ്ടി വരും. നിങ്ങൾ ഒരു ബാങ്കിൽ കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്ന ആൾ ക്ലർക്കായിരിക്കും. നിങ്ങളെ സ്വീകരിക്കുന്നതും അതേപോലെ ക്ലാഷിലിരിക്കുന്ന ആളൊക്കെ എന്താണ്? ക്ലർക്കായിരിക്കും. കസ്റ്റമർ സർവീസ് ആൻഡ് ക്യാഷ്,
പ്രധാനമായിട്ട് അവരതാണ് ഡീൽ ചെയ്യുക. അതുകൂടാതെ ബാക്കി ഓഫീസേഴ്സിന് മാനേജറെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന വർക്കും ആര് ചെയ്യും? ക്ലർക്കന്മാർ ചെയ്യും. PO എന്ന് പറഞ്ഞാൽ അത് മാനേജറാണ്, മാനേജറിയൽ ട്രെയിനിങ് ആണ്. PO ആണ് പെട്ടെന്ന് അസിസ്റ്റന്റ് മാനേജർ ആവും. പ്രൊബേഷൻ ഓഫീസർ എന്ന് പറഞ്ഞാൽ പ്രൊബേഷൻ കഴിഞ്ഞാൽ അസിസ്റ്റന്റ് മാനേജറാണ്. അപ്പോൾ അവർക്ക് എല്ലാ ട്രെയിനിങ്ങും കിട്ടും. ലോൺ ഡിസ്ട്രിബ്യൂഷൻ, അതേപോലെ നമ്മൾ ഒരു ചെക്ക് സാങ്ഷൻ ആക്കാൻ ഒരു ക്ലർക്കിൻ്റെ കൊടുത്തു. ഈ ക്ലർക്ക് എല്ലാം വെരിഫൈ ചെയ്തിട്ട് അപ്പുറത്തേക്ക് പാസ് ചെയ്താൽ അത് സൈനിങ് അതോറിറ്റി ആരാണ്? അതൊരു ഓഫീസർ ആയിരിക്കും. പ്രൊബേഷണറി ഓഫീസർ ആവാം, അസിസ്റ്റന്റ് മാനേജർ ആയിരിക്കാം. ബ്രാഞ്ച് ഓപ്പറേഷൻസിൽ എല്ലാത്തിലും എന്തുണ്ടാവും? നമ്മളുടെ POക്ക് ട്രെയിനിങ് ഉണ്ടാവും. SO കൂടി ഞാൻ ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. SO സ്പെഷ്യലിസ്റ്റ് ഓഫീസർ എന്താണെന്നൊരു ഡൗട്ട് ഉണ്ടാവും. IT മേഖലയുമായി ബന്ധപ്പെട്ട വർക്കുകൾ ചെയ്യുന്ന ആളാണ്. IT വരുന്നത് HR റിലേറ്റഡ് വർക്ക്, ലോ ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ, മാർക്കറ്റിംഗ്. അപ്പം നിങ്ങൾക്ക് ഈ പോസ്റ്റുകളിലേക്ക് SO പോസ്റ്റുകൾ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഈ പറയുന്ന കാറ്റഗറിയിലേക്കുള്ള ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ആൾക്കാരാണ് ക്ലർക്കും POയും. അതിന് രണ്ടിനും ഗ്രാജുവേഷൻ നിർബന്ധമാണ്. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, സാർ ഈ ക്ലർക്കായിട്ട് കയറിയാൽ എന്താണ്, PO ആയിട്ട് കയറിയാൽ എന്താണ്? കരിയർ ഗ്രോത്ത് ആണ് നമ്മൾ ഈ പറയുന്നത്. ക്ലർക്കായിട്ട് കയറിയാൽ ഓരോ ബാങ്കിനും ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ട്. എന്നിരുന്നാൽ കൂടി ഒരു 3 വർഷമൊക്കെ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓഫീസർ ആവാം. 2 years കഴിയുമ്പോഴും ആവുന്നവരുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫീസർ ആവാം. ഓഫീസർ ആയിക്കഴിഞ്ഞാൽ PO ആണ്. അപ്പോൾ ക്ലർക്കായ ആള് എന്താണ്? ഓഫീസറായി, PO ആയി. പിന്നെ നേരെ ബ്രാഞ്ച് മാനേജർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് മാനേജർ, ബ്രാഞ്ച് മാനേജർ, AGM, GM തുടങ്ങി ഏറ്റവും വലിയ പോസ്റ്റ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്തിച്ചേരാൻ പറ്റും. ക്ലിയർ അല്ലേ? സ്വിച്ച് ടു RBI, നബാർഡ്, സെബി, അവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ബാങ്കുകളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറാൻ പറ്റും. അതിനും ഇത്ര കോമ്പറ്റീഷൻ അല്ല, കുറവ് കോമ്പറ്റീഷൻ ആയിരിക്കും. നമുക്ക് ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റുകളൊക്കെ എഴുതി നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നം കാണുന്ന ബാങ്ക് ഉണ്ടാവും. ചിലവർക്ക് RBIയിൽ ജോലി കിട്ടണം, സെബിയിൽ ജോലി കിട്ടണം എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നിന്ന് മാറാനായിട്ടുള്ള സാഹചര്യവും നിങ്ങൾക്ക് ഈ ജോലികളിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി സാലറി. നമ്മൾ എന്തിനാണ് പണിയെടുക്കുന്നത്? ശമ്പളത്തിന് വേണ്ടിയിട്ടാണ്. ഏകദേശമുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അലവൻസുകളൊക്കെ ഒരുപാടുണ്ട്. ഏകദേശം ക്ലർക്കിന് ഒരു 50,000 രൂപയും POക്ക് ഒരു 80,000 രൂപയും നിങ്ങൾക്ക് എന്ത് ചെയ്യും? സാലറി ആയിട്ട് കയറുമ്പോൾ കിട്ടും. ചില ബാങ്കുകളിൽ വേരിയേഷൻ ഉണ്ടാവാം. മെട്രോപൊളിറ്റൻ സിറ്റിയിലെ സാലറിയൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ചെറിയ വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? ഉണ്ടാവും. ഇത് കൂടാതെ നിങ്ങളുടെ പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞോടുകൂടി നിങ്ങൾക്ക് PO പോസ്റ്റ് ആണെങ്കിൽ അലവൻസുകൾ വളരെയധികം ഉണ്ട്. HR അലവൻസ്, അതേപോലെ പെട്രോൾ അലവൻസ്, മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ എല്ലാവർക്കും ഉണ്ട്. നമ്മളുടെ POക്കും ക്ലർക്കിനൊക്കെ ഉണ്ട് മെഡിക്കൽ ഇൻഷുറൻസ്. അതേപോലെ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടാവും. നിങ്ങളുടെ പാരൻസ്, നിങ്ങൾ ഭാവിയിൽ വിവാഹം കഴിക്കുമ്പോൾ നിങ്ങളുടെ സ്പൗസ്, നിങ്ങളുടെ കുട്ടികൾ, എല്ലാവർക്കും എന്ത് ചെയ്യും? ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കുന്നതാണ്. അതുകൂടാതെ നിങ്ങൾക്ക് വെഹിക്കിൾ ലോൺ, സിമ്പിൾ ഇൻട്രസ്റ്റിൽ വെഹിക്കിൾ ലോൺ, സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഹൗസിംഗ് ലോൺ തുടങ്ങിയ ഒരുപാട് അലവൻസുകളും എന്തുണ്ട്? ബാങ്ക് ജോലിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ജോബ് സെക്യൂരിറ്റി ആൻഡ് പ്രൊമോഷൻസ്. ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്, അവർക്ക് സീനിയർക്ക് എന്നെ വലിയ താല്പര്യമില്ല, അതുകൊണ്ട് എനിക്ക് പ്രൊമോഷൻ തന്നില്ല, എന്നെക്കാളും കഴിവ് കുറഞ്ഞ ഒരാൾക്കാണ് പ്രൊമോഷൻ കിട്ടിയത്. ഇവിടെ അങ്ങനെയില്ല. നിങ്ങൾ ഓക്കെ ആണോ? പ്രൊമോഷൻ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. നിങ്ങൾ കേപ്പബിൾ ആണോ? നിങ്ങൾ ആ ടെസ്റ്റുകൾ കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സമയമാവുമ്പോൾ നിങ്ങൾക്ക് പ്രൊമോഷൻ തന്നിരിക്കണം. ക്ലിയർ അല്ലേ? ജോബ് സെക്യൂരിറ്റി ഒരു കാരണവുമില്ലാതെ ഇപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യാണ്, അവിടുത്തെ ഓണർക്ക് നിങ്ങളെ ഇഷ്ടമല്ല എന്ന് കരുതാം, പുള്ളിക്ക് വേണമെങ്കിൽ നിങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാം. അധികം ആരും ഒന്നും ചോദിക്കില്ല അല്ലേ? നിങ്ങൾ വർക്ക് പ്രോപ്പർ അല്ല എന്ന് പറഞ്ഞ് അവർക്ക് നിങ്ങളെ ടെർമിനേറ്റ് ചെയ്യാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ജോബ് സെക്യൂരിറ്റി, നിങ്ങളുടെ ഭാഗം കേൾക്കണം, നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കണം. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്കത് തെളിവ് സഹിതം നിരത്താനായിട്ടുള്ള, അവരുടെ അടുത്ത് ആർഗ്യുമെന്റ് നടത്താനായിട്ടുള്ള അവസരമുണ്ട്. അത്ര പെട്ടെന്നൊന്നും നമ്മളെ ജോലി ആർക്കും പിരിച്ചുവിടാൻ പറ്റില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലേ ജോബ് സെക്യൂരിറ്റി? നമുക്ക് വേറെ ടെൻഷൻ ഇല്ല. ഈ ജോലി കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് റിട്ടയർമെന്റ് ലൈഫ് വരെ 60 വയസ്സ് വരെ സുഖമായിട്ട് വർക്ക് ചെയ്യാം. നിങ്ങൾക്ക് നല്ല സാലറി ഉണ്ട്, വെഹിക്കിൾ ലോൺ ഉണ്ട്, ഹൗസിംഗ് ലോൺ ഉണ്ട്, മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്. നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാം? സൊസൈറ്റിയിൽ ലീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതൊക്കെ എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഈ ബാക്ക് ടു ബാക്ക് നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുക അല്ലേ? അപ്പോൾ എങ്ങനെ ഇതൊക്കെ അറിയാമെന്ന് പലരും ചോദിക്കാറുണ്ട്. നമ്മളുടെ ചാനൽ, എൻട്രിയുടെ ബാങ്കിങ് ചാനൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്തിടാം. നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ തന്നെ നമ്മൾ വീഡിയോസ് ചെയ്യും, അതിൽ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ അത്രയും പെട്ടെന്ന്, അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ത്രൂ നമ്മൾ എന്ത് ചെയ്യും?
കാര്യങ്ങൾ അപ്പം നമ്മൾ എന്ത് ചെയ്യും, നോട്ടിഫിക്കേഷൻ വന്നാൽ അപ്പം തന്നെ നമ്മൾ കുട്ടികളിലേക്ക് അത് എത്തിക്കും. അപ്പോൾ അത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ, എല്ലാവർക്കും ഉള്ള കാര്യങ്ങളാണ് യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒക്കെ, അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അത് അപ്ലൈ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യാം, ആ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വീഡിയോസിൽ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ നിങ്ങളൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മൾ എക്സാം പാറ്റേൺ ചേഞ്ച് ആയെന്ന് പറയുന്നു. എക്സാം പാറ്റേൺ ചേഞ്ച് ആവുമ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഈ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ എൻട്രി ആപ്പിൽ ഒരു പുതിയ കോഴ്സ് ഉണ്ട്, അസ്ത്ര ഫോർ ബാങ്ക് എക്സാംസ്. അതിലെല്ലാം അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ നടക്കുന്ന ബാങ്ക് എക്സാമുകൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജസ്റ്റ് നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ. ആ കോഴ്സിന്റെ പേര് അസ്ത്ര ഫോർ ബാങ്ക് എക്സാംസ് ആണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ അടിയിൽ സ്ക്രോൾ ചെയ്യുന്ന നമ്പർ ഉണ്ടല്ലോ, 7736122215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അസ്ത്ര ഫോർ ബാങ്ക് എക്സാംസിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് പ്രധാനപ്പെട്ട വെബ്സൈറ്റുകളാണ്. IBPS എക്സാമുകൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഏതിലാ, www.ibps.in എന്നുള്ള സൈറ്റിലാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ SBI.co.in കരിയേഴ്സിലാണ് നമുക്ക് റിക്രൂട്ട്മെന്റ്സ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുക. ഇടയ്ക്ക് കയറി നോക്ക്, നമ്മൾ എപ്പോൾ പോയി നോക്കിയാലും അതിൽ വിളിച്ചിട്ടുള്ള റിക്രൂട്ട്മെന്റുകളുടെ നോട്ടിഫിക്കേഷൻസ് അവിടെ നിന്ന് അവൈലബിൾ ആയിരിക്കും. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എവിടെയാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ www.rbi.org.in റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഏതൊക്കെ എക്സാമുകളാണ് അവർ കണ്ടക്ട് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളേ ഉള്ളൂ ഇവിടെ. നിങ്ങളൊരു ഗ്രാജുവേറ്റ് ആണോ, നിങ്ങൾ പഠനം സ്റ്റാർട്ട് ചെയ്തോ, പ്രിപ്പയർ ചെയ്യുക, എക്സാം ക്ലിയർ ചെയ്യുക, ഇന്റർവ്യൂയും കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് PO ആയിട്ട് ബാങ്കിൽ ജോലി ചെയ്യാം. നിങ്ങളുടെ തുടർന്നുള്ള ജീവിതം അടിച്ച് പൊളിച്ച് നിങ്ങൾക്ക് ജീവിക്കാം. നല്ല ഹൈ സാലറിയോട് കൂടി സൊസൈറ്റിയിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ജോലിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഹാർഡ് വർക്ക് പ്ലസ് കൺസിസ്റ്റൻസി ഈസ് ഈക്വൽ ടു സക്സസ്. നമ്മൾ ബുദ്ധിമുട്ടാതെ നമ്മൾ എവിടെയും എത്തിച്ചേരില്ല. നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യണം. ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടൈം ഒന്നും പോയിട്ടില്ല. നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സക്സസ് ആവാൻ പറ്റും. അതിന് ഞാനൊരു കാര്യം പറയാം. നമ്മളുടെ ഇപ്പോൾ പൂർണ്ണമായിട്ടും ബാങ്ക് SSC എക്സാമുകൾ എഴുതാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. 24 മണിക്കൂറും അവർ ഫ്രീയാ, അവർ വേറെ വർക്കൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർ ജോലിക്ക് കയറാതെ ബാങ്ക് എക്സാം പ്രിപ്പയർ ചെയ്യാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ SSC ബാങ്ക് എക്സാം ബാച്ച് ഉണ്ട് നമുക്ക്. ആ ബാച്ചിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ കൂടാതെ മിനിമം ടൈമിൽ എത്രയും പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടാനായിട്ടുള്ള റിസൾട്ട് ഓറിയന്റഡ് സ്റ്റഡി പ്ലാൻ യൂസ് ചെയ്തിട്ടുള്ള വർക്കുകൾ, കാര്യങ്ങൾ, ഹൈ ക്വാളിറ്റി മോക്ക് ടെസ്റ്റുകൾ, സ്റ്റഡി മെറ്റീരിയൽസ്, ഡെയിലി ക്വിസുകൾ തുടങ്ങിയവ നിങ്ങൾക്ക് ഡ്യുവൽ മെന്റർഷിപ്പ് സപ്പോർട്ടോട് കൂടി ഡേ ടൈമിലും എല്ലാം നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങൾ ഫുള്ള് വർക്ക് ചെയ്ത് നിങ്ങൾ സ്പീഡ് ആൻഡ് ആക്യുറസി ഒക്കെ ഡെവലപ്പ് ചെയ്ത് വളരെ വേഗം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പാറ്റേണിലേക്ക് കയറി എക്സാം ഈസി ആയിട്ട് പ്രിലിംസും മെയിൻസും ഒക്കെ ക്രാക്ക് ചെയ്ത് ജോലിയിലേക്ക് എത്താൻ പറ്റും. അതിനെക്കുറിച്ച് അറിയണമെങ്കിലും ബാച്ചുകളെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ ഈ നമ്പർ ഉണ്ടല്ലോ, 7736122215 എന്നുള്ള നമ്പർ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്. ഈ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇനി ഞാനൊരു കാര്യം പറഞ്ഞു, എക്സാം പാറ്റേൺ മാറി, പാസ്സാകാൻ മാറണം പഠനം രീതി. എന്താണ്, നമുക്ക് IBPS PO SBI POക്ക് പുതിയ രീതിയിൽ ഓൾറെഡി എക്സാം പാറ്റേണും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞു പേടിക്കേണ്ട കാര്യമില്ല. മാറിയ എക്സാം പാറ്റേണിൽ അപ്ഡേറ്റഡ് ആയ ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് IBPS PO SBI POക്കുള്ള സ്പെഷ്യൽ ബാച്ചുകളും നമ്മൾ റണ്ണ് ചെയ്യുന്നുണ്ട്. സ്പെഷ്യൽ ട്രെയിനിങ് ഫോർ ഞാൻ നിങ്ങളോട് പറഞ്ഞു, പല ആൾക്കാരും പേടിച്ചിട്ടുണ്ടാവും, എന്താണ് essay റൈറ്റിംഗ് ആൻഡ് പ്രിസൈസ് റൈറ്റിംഗ്, GD ആൻഡ് ഇന്റർവ്യൂ, ഇതൊക്കെ എന്താണ്? അതാണ് നമ്മൾ പറഞ്ഞ, ഇവിടെ നിങ്ങൾക്ക് അതിനെല്ലാത്തിനുള്ള കോച്ചിങ് ഉണ്ട്. ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ആയിട്ടുള്ള essay റൈറ്റിംഗ്, പ്രിസൈസ് റൈറ്റിംഗ്, GD, ഗ്രൂപ്പ് ഡിസ്കഷന്, ഇന്റർവ്യൂവിനൊക്കെയുള്ള കോച്ചിങ് അവൈലബിൾ ആണ്. പ്രിലിംസിനുള്ള കോച്ചിങ്, അതല്ല നിങ്ങൾ എക്സ്ക്ലൂസീവ് ഫോർ മെയിൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത കുട്ടികളുണ്ടാവും, അവർക്ക് വേണ്ടി മെയിൻസ് ബാച്ച് ഉണ്ട്. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഉള്ള കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോച്ചിങ് അവൈലബിൾ ആണ്. ഇന്റർവ്യൂവിൻ്റെ കോച്ചിങ് അവൈലബിൾ ആണ്. A to Z കാര്യങ്ങൾ നമ്മളുടെ ബാച്ചുകളിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്.
കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയണമെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ നമ്പർ ഉണ്ടല്ലോ 7736122215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. ആ നമ്പർ അടിയിൽ കൂടെ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും അറിയാത്ത, ബാങ്ക് എക്സാം എന്താണെന്ന് പോലും അറിയാത്ത കുട്ടികൾക്കായിട്ടുള്ള ഒരു വീഡിയോയാണ്. നിങ്ങൾക്കിപ്പോൾ കാര്യങ്ങളൊക്കെ ഒരുപാട് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയുള്ളത് നിങ്ങൾ ധൈര്യമായിട്ടിരുന്ന് പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ മുന്നിൽ ഒരുപാട് സമയം ഉണ്ടാവാം. ആ സമയമെല്ലാം നല്ല രീതിയിൽ വിനിയോഗിച്ച് എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾ ആഗ്രഹിച്ച ജോലിയിലേക്ക് എത്തിച്ചേരാനായിട്ട് പരിശ്രമിക്കാം. എപ്പോഴും നമ്മളെ അവസരങ്ങൾ എന്ത് ചെയ്യില്ല, തട്ടി വിളിക്കില്ല. ഇപ്പം നിങ്ങളുടെ മുന്നിൽ ഓൾറെഡി ഞാൻ പറഞ്ഞു 50,000-ലേറെ വേക്കൻസീസിലേക്ക് നാഷണലൈസ്ഡ് ബാങ്കിൽ റിക്രൂട്ട്മെന്റ് നടക്കാൻ പോവാന്ന്. അപ്പൊ ഇനി ഇപ്പോൾ ഉള്ള കുട്ടികളാണ് നിങ്ങൾ കറക്റ്റ് ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വെറുതെ ഇരിക്കുകയാണ്, നിങ്ങൾക്ക് വേറെ ജോലി ആയിട്ടില്ല. നിങ്ങളിപ്പോൾ ജോലിക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ തുച്ഛമായിട്ടുള്ള സാലറിയാണ് കിട്ടുക. ഞാൻ പറഞ്ഞ മെജോറിറ്റി ആൾക്കാരുടെ കാര്യമാണ്. നിങ്ങൾ അതൊരു 6-7 മാസം നീട്ടിവെക്കി ഈ എക്സാമുകളൊക്കെ എഴുത്. അതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം. അതല്ലാതെ ചുമ്മാ വീട്ടിലിരുന്ന് ചുമ്മാ പോയി എക്സാം എഴുതിയാൽ ആർക്കും ജോലി കിട്ടില്ല. അതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം. പറഞ്ഞ കാര്യം എല്ലാവർക്കും ക്ലിയർ അല്ലേ? നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും എല്ലാത്തിലും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പം എല്ലാവരും നല്ല രീതിയിൽ ഉഷാറായിട്ടിരുന്ന് പഠിക്കാം. അപ്പോൾ 2025-26 കാലഘട്ടത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ജോലിയിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.